ഒന്നാം റാങ്ക് ജോഷുവ ജേക്കബ്, തിരുവനന്തപുരംകാരനാണ് ജോഷുവ ജേക്കബ്. നമുക്ക് ജോഷുവയുടെ പ്രതികരണം അടക്കം എടുക്കേണ്ടതാണ്. ഗോപാൽ ശിലാസനൽ ഒന്നാം റാങ്ക് മാറിയിരിക്കുന്നു. ജോഷുവ ജേക്കബിനാണ് ഒന്നാം റാങ്ക്. രണ്ടാം റാങ്ക് ഹരികൃഷ്ണൻ ബൈജു ചെറായി, ഇവർക്കാണ് രണ്ടാം റാങ്ക്. അപ്പോൾ റാങ്ക് പട്ടികയിലടക്കം മാറ്റം വരുന്ന തരത്തിലാണ് പുതുക്കിയ ഫലം വന്നിരിക്കുന്നത്. 76,230 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയിരിക്കുന്നത്. കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് ഇനിയിപ്പോൾ കോടതിയെ സമീപിക്കൽ മാത്രമായിരിക്കില്ലേ അവരുടെ മുന്നിലുള്ള വഴി? ഗോപാൽ. അതെ സുജയ, കാരണം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു നിർവാഹവുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലേക്കുള്ള പ്രതികരണമാണ് വൈകിട്ട് തന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഞങ്ങൾ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി കാര്യമാണ് കഴിഞ്ഞ ഫോർമുല മാറ്റം കൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ അത് CBSE വിഭാഗം വിദ്യാർത്ഥികൾ അതിനെ എതിർത്തു. ആ വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചു. അതുകൊണ്ട് തന്നെ അവർ അനുകൂലമായ വിധി നേടിയെടുത്തു. ഇനി ഇതിന്മേൽ അപ്പീലിന് പോകാൻ സർക്കാരിന് താല്പര്യമില്ല. കാരണം ഓഗസ്റ്റ് 14-ാം തീയതി AICTE നിശ്ചയിച്ചിരിക്കുന്ന അഡ്മിഷൻ പൂർത്തിയാക്കേണ്ട തീയതി. ആ തീയതി ഇനി ഏകദേശം കൃത്യം ഒരു മാസം മാത്രമേ ഉള്ളൂ. ഈ റാങ്ക് അതായത് നമ്മൾ ഇപ്പോൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കേരള സിലബസിൽ പഠിച്ച കുഞ്ഞുങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നു എന്നതാണ്. അവർക്ക് കൂടി മാർക്ക് ഏകീകരണത്തിൽ കൃത്യമായ പ്രാതിനിധ്യം ലഭിക്കുന്നതിനാണ് സർക്കാർ ഈ മാറ്റത്തിലേക്ക് പോയത്. പക്ഷേ ആ മാറ്റം വരുത്താൻ ഈ പ്രോസ്പെക്ടസ് മാറ്റുന്ന കാര്യത്തിൽ സർക്കാരിന് കുറച്ച് കാലതാമസം ഉണ്ടായി. അത് ആ കുട്ടികളുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയിരിക്കുന്നു. കീമിന്റെ പുതുക്കിയ ഫലം പുറത്തുവരുമ്പോൾ റാങ്ക് പട്ടികയിൽ വലിയ മാറ്റമാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ 100 റാങ്കിൽ തന്നെ ആ മാറ്റത്തിന്റെ പ്രതിഫലനമുണ്ട്. കേരള സിലബസിൽ പഠിച്ച കുഞ്ഞുങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. കേരള സിലബസുകാർ പിന്നിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ ഈ റാങ്ക് പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യത്തെ 100 റാങ്കിൽ 21 പേർ മാത്രമാണ് കേരള സിലബസിൽ പഠിച്ചവരായി ഉള്ളത്. അതായത് ബാക്കിയുള്ള മുഴുവൻ പേരും CBSE സിലബസിൽ പഠിച്ചവരാണ്. അതേ രീതിയിൽ ഈ റാങ്ക് പട്ടികയിൽ ആകെ മാറ്റം വന്നിരിക്കുകയാണ്. കീമിന്റെ പുതുക്കിയ ഫലം പ്രസിദ്ധീകരിക്കുമ്പോൾ റാങ്ക് പട്ടികയിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഒന്നാം റാങ്ക് അടക്കം മാറിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരത്തെ പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിലെ ഒന്നാം റാങ്ക് അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് കോടതിയെ സമീപിക്കുക മാത്രമാണ് അവരുടെ മുന്നിലുള്ള വഴി. കീം റാങ്ക് പട്ടിക പുതുക്കിയ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് അവർക്ക് പ്രവേശനം ഇന്നലെ ഈ പഴയ റാങ്ക് പട്ടിക അനുസരിച്ച് തുടങ്ങേണ്ടതായിരുന്നു. കോടതി കയറിയ സാഹചര്യത്തിലാണ് അത് നീണ്ടുപോയത്. എന്നാൽ ഇനി പഴയ ഫോർമുലയിൽ തന്നെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാം എന്ന് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ചോദ്യം ചെയ്തെങ്കിലും സർക്കാരിന് അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് അനുസരിച്ചുകൊണ്ട് ജസ്റ്റിസ് DK സിംഗിന്റെ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് പുതിയ റാങ്ക് പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷിപാൽ, പഴയ ഫോർമുലയിൽ റാങ്ക് ലിസ്റ്റ് ഇതാ വന്നിരിക്കുകയാണ്. കേരള സിലബസുകാർക്ക് അവർക്ക് പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ പ്രവേശനം നേടുന്നതിനടക്കം തടസ്സം നേരിടുന്ന ഒരു സാഹചര്യമായിരിക്കില്ലേ വരുന്നത്? സുജയ പാർവതി, സ്വാഭാവികമാണ്. കാരണം നമുക്കറിയാം സംസ്ഥാന സിലബസിലുള്ള വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് പ്രത്യേക ക്യാബിനറ്റ് വിളിച്ചു ചേർത്ത ക്യാബിനറ്റിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയത്. ആ മാറ്റം വരുത്തിയതിലൂടെ സംസ്ഥാന സിലബസ് പഠിച്ച അവർക്ക് ഈ റാങ്ക് പട്ടികയിൽ ആദ്യ റാങ്ക് പട്ടികയിൽ മുൻതൂക്കം ലഭിച്ചിരുന്നു. ഏതായാലും കോടതി ഇടപെടലോടെ ആ റാങ്ക് ലിസ്റ്റ് പുതുക്കി പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ വിദ്യാർത്ഥികളൊക്കെ പിന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണിപ്പോൾ റാങ്ക് പട്ടിക പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 76,230 വിദ്യാർത്ഥികൾ യോഗ്യത നേടിയിട്ടുണ്ട്. അതിൽ ആദ്യ റാങ്കിൽ 21 പേർ മാത്രമാണ് കേരള സിലബസിലുള്ളവർ. റാങ്ക് പട്ടികയിലെ ഈ മാറ്റത്തോടെ ഒന്നാം റാങ്കിലടക്കം മാറ്റമുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും നേരത്തെ ഉണ്ടായ റാങ്ക് പട്ടികയിൽ നിന്ന് വലിയ മാറ്റം വന്നു. ഇതുകൊണ്ടാണ്